സുലഭമായിട്ട് വേറെ ഒന്നും ചെയ്യില്ല. അഭിപ്രായം മാത്രമേ പറയുള്ളൂ. ചുമ്മാതാ ഒന്നുമല്ല. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം പറയത്തില്ല. എന്റെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറയാം. ഒരു കാര്യം പറയാം. ഈ ടോക്ക് ഷോ വീട്ടിലിടരുത്, ഭാര്യ ചവിട്ടി കൂട്ടും. ഒരിക്കലും ഇല്ല. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ശരി, പ്രമുഖമായ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് നാട്ടുകാർക്കും അറിയാം, എന്നെ കേൾക്കുന്നവർക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത്ര വസ്തുനിഷ്ഠമായിട്ടും കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡോക്ടറാണോ? അല്ലല്ല, പേഷ്യന്റാ. പ്ലീസ്, പേഷ്യന്റ്. ഞാൻ ഒരു കാര്യം പറയാം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. സാർ ഒരു കഥ എഴുതും. കഥ എഴുതി കഴിഞ്ഞ് ഈ എല്ലാരും നല്ലവരെ കാണും. ശരി, എന്നിട്ട് നമുക്ക് അതിൽ അഭിനയിക്കാൻ നോക്കട്ടെ. ചാനൽ സ്വീകരിക്കുന്നു. എന്നാലും നമ്മൾ തെറ്റിലേക്ക് തന്നെ പോകാൻ തന്നെ അല്ലല്ല, ഞാൻ കഥ എത്രയോ നല്ല കഥ എഴുതുന്നവരുണ്ട്. അല്ലല്ല, നിങ്ങൾ നന്മപരമല്ലേ? എഴുത്തല്ലോ, നിങ്ങൾ നന്മപരമാണ്. നല്ല കഥ എഴുതുന്നവരുണ്ടല്ലോ. അല്ല, പറ്റില്ല. നിങ്ങൾ തന്നെ എഴുതണം. സീരിയലിന്റെ കഥ എഴുതുന്നവരോട് തന്നെ പറ, ഇന്ന ഭാഗങ്ങളൊന്നും ഒഴിവാക്ക്. കുറച്ച് വില്ലൻ പരിവേഷമൊക്കെ വേണം. പക്ഷെ ഇത് തന്നെ നിരന്തരം ആളുകളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അങ്ങ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ലോല ഹൃദയമാണ്. നിങ്ങളുടെയൊക്കെ നിങ്ങൾ ഇതിനെ നിരന്തരമായിട്ട് എന്റെ അല്ല ഞാൻ പറഞ്ഞേ ഈ കാണുന്ന പാവപ്പെട്ട വൈകുന്നേരം ഇരുന്ന് കാണുന്ന ഈ പാവപ്പെട്ട സ്ത്രീകള് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകള് അവർക്കൊന്നും ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെയൊക്കെ കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ അങ്ങ് വീട്ടിൽ പോയവര്. പക്ഷേ ഒരു കാര്യം സത്യം, താങ്കൾ ഒരു ലോലനാ. അല്ല, ഇതിനകത്ത് ഒരു കാര്യം താങ്കൾ മറന്നു പോരുത്. കാര്യം നിങ്ങൾ ഈ സീരിയൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴേ, അതായത് സീരിയലിലാണെങ്കിൽ സിനിമയിലാണെങ്കിൽ ഈ ബലാത്കാരം, ഓടിച്ചിട്ട് റേപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സീനുണ്ടാവും. പക്ഷേ കുടുംബ പ്രേക്ഷകർക്ക് നിരക്കാത്ത ഒരു സീനും ഒരു ടെലിവിഷൻ പരമ്പരയെ കാണത്തില്ല. കാര്യം അവരപ്പോ ഓഫ് ചെയ്ത് അത് നിങ്ങൾ മറന്നു പോരുത്. കാര്യം ഒരു റേപ്പും ഈ ടെലിവിഷൻ യാഥാർത്ഥ്യങ്ങൾ അല്ലാത്തത് അടിച്ചേൽപ്പിക്കുന്നു. റിയലിസ്റ്റിക് അല്ലാത്തതിനെ അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പ്രാവശ്യം കാണുമ്പോൾ അല്ല, തന്നെ പല പ്രാവശ്യം കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യമല്ലാത്തതിനെ യാഥാർത്ഥ്യമാക്കി ഒരു സീരിയലിനെ എതിർത്ത് പറഞ്ഞ പലരും സീരിയൽ നിലവിൽ കാണുന്നില്ല എന്ന് പറയുന്നത്. എന്നോ മനസ്സിലുണ്ടായ സീരിയലിനെ കുറിച്ചുള്ള സങ്കല്പം ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ മിസ്സാവുന്നത് പതിയാണെങ്കിലും പ്രമേയങ്ങൾ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വിജയിക്കുകയാണ്. ഞങ്ങൾ അതിന് പ്രാർത്ഥിക്കുകയാണ്. അത്തരം പ്രമേയങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരും. പിന്നൊന്ന്, ന്യൂജൻ കുട്ടികള് പലരും സീരിയൽ കാണുന്നില്ല പറഞ്ഞു. ആക്ച്വലി അവർ സീരിയലിൽ നിന്ന് മാത്രമല്ല അകലുന്നത്, ടിവിയിൽ നിന്ന് അകലുന്നുണ്ട്. അവർ മൊബൈലിലേക്കൊക്കെ പോകും. അത്തരം മാറ്റങ്ങൾ വരട്ടെ. അവര് മറ്റേ സാധനം ഉള്ളവരുടെ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ തിരക്കഥ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നു. കഥയിൽ പുതുമ ഞാൻ പറഞ്ഞ പോലെ സാവധാനം വരുന്നുള്ളൂ, സത്യമാണ്. അപ്പൊ അതിനനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. രാഹുൽ രാമൻ ജനറേഷൻ ടിവിയിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉപ്പും മുളകും പോലുള്ള സീരിയലുകള് യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. യൂട്യൂബിലൂടെ അവര് ധാരാളം കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതും നല്ല പ്രമേയമുള്ളതും അവരെടുത്ത് കാണുന്നുണ്ട്. വേളൂരിന്റെ മറുപടി പറയാനായിട്ട് എന്താ അതായത് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ. അല്ല, ഞാൻ പറയാറുണ്ട് കേട്ടോ. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഡയറക്ടറോടും എഴുതുന്ന ആളോടും പറയാണ്ട് ഇത് നമുക്കൊന്ന് കുറച്ച് മാറ്റി പിടിക്കണം ഞാൻ പറയാറുണ്ട്. ഉണ്ട്, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് കുറച്ചൊന്ന് മാറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.